കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. അമരമ്പലം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബഡ്സ് വാരാചരണ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി അഫീഫ ഉദ്ഘാടനം ചെയ്തു. അതിലുപരി നമ്മളെ ഏറ്റവും സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മാവേലിയാണ്. അപ്പൊ ഒരാൾക്കല്ലേ എല്ലാവരും നമസ്കാരം. കഴിഞ്ഞ ഈ മാസം 11-ാം തീയതി മുതൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബഡ്സ് ഡേ വാരാചരണം തന്നെ വേണ്ടി പറയാം. കഴിഞ്ഞ 13-ാം തീയതി മുതൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്കൂളിൽ. അതിന് മുന്നോടിയായി 11-ാം തീയതി നമ്മൾ ഒരു മീറ്റിംഗ് സമയ സംഘം കൂടുകയും ഈ ഒരു പരിപാടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ആ അന്ന് തീരുമാനിച്ചതിലേറെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓരോ ദിവസത്തെ പരിപാടിയും നടത്താൻ കഴിഞ്ഞു എന്നൊരു വളരെ അഭിമാനവും സന്തോഷമുണ്ട്. കാരണം പൊതുവെ സന്ദർശനം വളരെ നല്ലൊരു അനുഭവമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാറിയിട്ടുണ്ട്. സ്വപ്ന ടീച്ചർ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. ഞാൻ പേഴ്സണലി വിളിച്ച് ടീച്ചർക്ക് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ മക്കൾ വരുമ്പോൾ അവരെങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിലപ്പുറം ഞാൻ പ്രതീക്ഷയിലപ്പുറം നമ്മുടെ കവർ സ്കൂളിലെ കുട്ടികൾ ടീച്ചർ അടക്കം ടീച്ചേഴ്സ് പ്രത്യേകിച്ച് എടുത്ത ടീച്ചേഴ്സാണ് അവരാ കുട്ടികളെ റെഡിയാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ഇവർക്ക് അനുഭവം കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവര് വരുന്നതനുസരിച്ച് അവര് എനിക്ക് തോന്നുന്നത് എക്സാമാണ്, എനിക്ക് കുട്ടികൾക്ക് പരീക്ഷ കുറഞ്ഞ സമയമാണ്. എന്നിട്ട് പോലും ഇവർക്ക് വേണ്ടി ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കി വളരെ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചു. വാർഡ് മെമ്പർമാരായ സബലത്താത്തെയും കൽജി മെമ്പറും കൂടെ ഉണ്ട്. എന്തായാലും നമ്മുടെ ആ ഒരു പരിപാടി അത്രയും വിജയകരമായി നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പോയ തേക്ക് മിസ്റ്റിലേക്കാണ്. അവിടെയും ഇവർ നല്ല രീതിയിൽ ഇവർക്ക് സമയം ചെലവാക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞു. ഇന്ന് നമ്മൾ ബഡ്സ് ഡേയും അതിന്റെ കൂടെ തന്നെ ഈ വർഷത്തെ ഓണാഘോഷം കൂടി ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ടീച്ചർ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ അടുത്തായിട്ട് മരണം സംഭവിച്ചതുകൊണ്ട് നമ്മുടെ പരിപാടികൾക്ക് ഒട്ടും കുറക്കാതെ തന്നെ നമ്മളെ പുറത്ത് നടത്താനുള്ള പരിപാടി ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ സ്കൂളിനുള്ളിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ടീച്ചറോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ ഇവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി നമുക്ക് നടത്താനുള്ളത് പാരന്റ്സിന്റെ ക്ലാസ് ആണ്. അത് രക്ഷിതാക്കളോട് എനിക്ക് പറയുന്നത് വെച്ചാൽ അതുകൂടി നടത്തണം. അതുകൂടി നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ഓഗസ്റ്റ് 13 മുതൽ 18 വരെയാണ് വാരാചരണം സംഘടിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. 13-ന് ഗൃഹസന്ദർശനം, 14-ന് പൊതുയിട സന്ദർശനം, 15 സ്വാതന്ത്ര്യ ദിനാഘോഷം, 16-ന് രക്ഷിതാക്കൾക്കുള്ള ശാക്തീകരണ പരിപാടി, 17-ന് ഔട്ടിംഗ്, 18-ന് ബഡ്സ് ദിനാഘോഷം എന്നിങ്ങനെയാണ് പരിപാടികൾ നടന്നത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഓണാഘോഷ പരിപാടികളും നടന്നു. വിവിധ സുമനസ്സുകൾ കുട്ടികൾക്കായുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ 20,000 രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ, CDS ചെയർപേഴ്സൺ സൗമ്യ ഷാജി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PTA പ്രസിഡന്റ് ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അധ്യാപിക നുഫീല റസാഖ് സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് ഹമീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.